ഹലോ, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ജെയ്സൺ ചേട്ടനും എനിക്കും ഒരുപോലെ ലീവ് ഉണ്ടായിരുന്നൊരു ദിവസമാണ് കേട്ടോ. ഇന്നത് കാരണം ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ കയറാമെന്ന് അങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ തലേ ദിവസം തന്നെ ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പൊങ്ങുകയും ചെയ്തു. പിന്നെ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. മുട്ടക്കറിയാണ് എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്നത് വലിയ ഇഷ്ടം. കാരണം അതാകുമ്പോൾ കുറച്ച് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയായിരിക്കും കഴിക്കാനായിട്ട്. അധികം എരിവ് വേണ്ടല്ലോ രാവിലെ തന്നെ. ഇവിടെ പിന്നെ ഫ്രോസൺ തേങ്ങയായിരിക്കുമല്ലോ, അത് കാരണം അതെടുത്ത് ഓവനിൽ വെച്ച് ഒരു മിനിറ്റ് കറക്കുമ്പോഴത്തേക്കും അത് സാധാരണ നമ്മുടെ തേങ്ങ പോലെയാവും. പിന്നെ മിക്സിയിലിട്ട് അരച്ച് തേങ്ങാപ്പാലെടുക്കുന്നതാണ് അടുത്ത ടാസ്ക്. അതാണ് ഭയങ്കര മടിയുള്ള കാര്യം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ ചെയ്തു രാവിലെ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേ ഹാർലിൻ എഴുന്നേറ്റ് വന്നു. ഹാർലിൻ എഴുന്നേറ്റ് വന്നാലും ജെയ്സൺ ചേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഹാർലിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കിന്ന് നോക്കേണ്ടി വന്നില്ല. അവളെ കുറച്ച് നേരം എടുത്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടികളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇതെല്ലാം വഴറ്റി എടുത്തു. ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. ഒരു സൈഡിൽ മുട്ടക്കറിയും വെച്ചു, ഒരു സൈഡിൽ അപ്പം ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ രണ്ടും ഒരുമിച്ചാവുമല്ലോ. പിന്നെ ഇന്ന് ചായയൊന്നും വേണ്ടാന്ന് വെച്ചു, കാരണം അധികം ഫുഡ് കഴിക്കണ്ട എന്നൊക്കെയുള്ളൊരു പ്ലാനിലായിരുന്നു. പിന്നെ ഉച്ചക്ക് കുറച്ച് ഹെവി ആയിട്ടൊക്കെ എടുക്കേണ്ട കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ ചായയൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹാർലിനെ റെഡിയാക്കി ജെയ്സൺ ചേട്ടനും വന്നു കേട്ടോ. അങ്ങനെ ഹാർലിനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ നിന്ന് കുറച്ച് നേരം. പിന്നെ അപ്പമൊക്കെ അവിടെ ഇരുന്ന് റെഡിയാകും. പിന്നെ മുട്ടക്കറിയും ഏകദേശം ആകാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കുറച്ച് നേരം കളിപ്പിച്ചിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വളരെ കുറച്ച് അപ്പം ഉണ്ടാക്കിയാൽ മതിയല്ലോ, പിന്നെ ഞങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ. അവളെ ഒരെണ്ണം വല്ലതുമൊക്കെ കഴിക്കുള്ളൂ. അത് കാരണം കുറച്ചുണ്ടാക്കിയിട്ട് പതിയെ പുറത്തോട്ടിറങ്ങാനായിട്ടാണ് ഇന്നത്തെ പ്ലാൻ. മുട്ടക്കറിയും റെഡി ആയിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോഴാണ് എടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴല്ലേ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം എടുത്ത് തിരിച്ച് വെക്കാനായിട്ടാണ്. എന്നാലും പുറത്ത് തണുപ്പായതുകൊണ്ട് എപ്പോഴും ഇറങ്ങി നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് അതുകൊണ്ട് ജെയ്സൺ ചേട്ടൻ ഓർത്ത് ഇതെല്ലാം ഒന്ന് ഞാൻ മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്തേക്ക് അതെല്ലാം എടുത്ത് വെക്കാം. ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് മതിയല്ലോ നമുക്ക് ക്രിസ്മസിൻ്റെ സാധനങ്ങൾ. പിന്നെ ഹാർലിനും അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരം. പിന്നെ കുറച്ചുകൂടെ പണികളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഇവൾക്ക് പാല് കൊടുത്ത ബോട്ടിൽ എല്ലാം കഴുകി വെക്കുക. പിന്നെ അതെല്ലാം ജെയ്സൺ ചേട്ടൻ ചെയ്യാമെന്ന്. അതൊക്കെ അങ്ങനെ തന്നെ രണ്ടുപേരും ഉള്ളപ്പോഴത്തേക്ക് ഒരാൾ എന്തെങ്കിലും അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പിന്നെ മറ്റേ ആൾ ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലേ നമുക്ക് ആകെ ഒരു ഓഫേ ഉള്ളൂ, ആ ഓഫിന് പുറത്തിറങ്ങാനൊക്കെ പറ്റുള്ളൂ കറക്റ്റായിട്ടുള്ള സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു. പിന്നെ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കേട്ടോ. പിന്നെ അനിയനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഗ്രൂപ്പ് കോളിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ അതും സംസാരിച്ച് ഭക്ഷണം കഴിക്കലും നടക്കും, അവരോട് സംസാരിക്കലും നടക്കും. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ടിറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും തന്നെ എല്ലാ ഓഫും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എപ്പോഴും കഴിയുന്ന. ഹാറിലാണെങ്കിൽ അവിടെ എല്ലാം ഓടി നടക്കണം, പ്രാമിലിരിക്കണ്ട. ഇരുന്ന് തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല പുള്ളിക്കാരിക്ക്. പക്ഷെ അതിനകത്തുനിന്ന് ഒരു പ്രാവശ്യം പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. അതാണ് ഈ തലയിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ജെയ്സൺ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരിനെ കണ്ടു, അവരോട് സംസാരിച്ചു. കുറച്ച് നേരം ജെയ്സൺ ചേട്ടൻ അവിടെ നിന്നു. പിന്നെ ജെയ്സൺ ചേട്ടൻ മുടി വെട്ടാൻ പോകേണ്ട കാരണം ഞാൻ ഹാർലിനവിടെ പോസ്റ്റായി. അതും കഴിഞ്ഞ് വന്നു. പിന്നെ നേരെ ഇന്ന് ഓപ്പൺ മാർക്കറ്റുള്ള ദിവസമായിരുന്നു കേട്ടോ. ഓപ്പൺ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ സാധനങ്ങളൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടും. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ കുറേ ഇങ്ങനെ നമ്മുടെ മരത്തിൻ്റെ കൊത്തുപണികളൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പിന്നെ അവരുടെ എഫേർട്ടിനുള്ള ഇത് വേണമല്ലോ, പൈസ വേണമല്ലോ. അങ്ങനെ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോയി. അവിടെ കുറേ ഇങ്ങനെ ഗ്രിൽഡ് സാധനങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. അത് ജെയ്സൺ ചേട്ടൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ വട്ടാണ് കേട്ടോ. പിന്നെ ഒരു വലിയ കൊട്ട മാങ്ങ നിറച്ച് വാങ്ങിച്ചായിരുന്നു. അതിനി എങ്ങനെ കഴിച്ചു തീർക്കുമെന്നൊന്നും അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഈ ഫ്രൂട്ട്സിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ടിനോട് സംസാരിച്ച് കുറച്ച് നേരം നിന്നു. അങ്ങനെ ജെയ്സൺ ചേട്ടൻ അവിടുന്ന് മാങ്ങയും വാങ്ങിച്ച് അങ്ങനെ പതിയെ പുറത്തോട്ട് ഇറങ്ങിയാന്ന് വെച്ചു. കുറേ ഫ്രൂട്ട്സുകളുണ്ടായിരുന്നു അവിടെ. എല്ലാം നല്ല രസമുണ്ട്. ലിച്ചി, ഇതെല്ലാം നല്ല ഫ്രഷായിരുന്നു. പക്ഷേ
അതും വാങ്ങിച്ച് ഞങ്ങൾ നേരെ കയറിയത് അവിടെ മെർലിത്തോ ലോഞ്ച് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാട്ടോ കയറിയത്. അവിടെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ മിക്കപ്പോഴും തന്നെ വരാറുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെനു ഒന്നും ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ട കാര്യമില്ലായിരുന്നു. നാട്ടിലും നമ്മുടെ മന്തി, ബിരിയാണി അതൊക്കെ മിസ് ചെയ്യുമ്പോൾ നേരെ ഇവിടെ വരികയും 2-3 ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അല്ല നമ്മുടെ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകണം കേട്ടോ. അത് കാരണം ഇവിടെ നിന്ന് ഇതൊക്കെ കഴിച്ച ആശ്വാസം അങ്ങനെയാണ് നിൽക്കുന്നത്. ഹാർലിനപ്പോൾ ഇത് ജേസൺ ചേട്ടന് ഹൈഫൈ കൊടുക്കുകയാണ്. പുള്ളിക്കാർ ഹൈഫൈ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. എത്രയൊക്കെ മെനു അറിയാമെന്നറിഞ്ഞാലും പിന്നെ ഇവിടെ വരുമ്പോൾ പിന്നെയും കൺഫ്യൂഷനാണ്. അങ്ങനെ കുറച്ച് നേരം വീണ്ടും അവിടുത്തെ മെനു കാർഡ് നോക്കിയിരിക്കും. പിന്നെയും സെയിം സാധനങ്ങൾ തന്നെ ഓർഡർ ചെയ്യും. ഹാർലിനോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹാർലിന് ബോറടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അവൾക്ക് ഡാഡേനോട് സംസാരിക്കണം. അവളുടെ ഡാഡയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യത്തെ എൻ്റെ പിങ്ക് ലെമണേഡ് വന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ജേസൺ ചേട്ടനും കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ താപ്പാസ് വന്നു. താപ്പാസ് ഞാൻ പ്രോൺസും ചിക്കനും പിന്നെ ഹമ്മൂസും കൂടെ ഉള്ളതാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് 3 സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പറ്റുമല്ലോ അതിനകത്ത്. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ. പിന്നെ ബട്ടർ മിൽക്ക് ചിക്കനാണ് പിന്നെ ഓർഡർ ചെയ്തത്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രൈസ് സൂപ്പറായിരുന്നു കേട്ടോ. ഫ്രൈസ് ഭയങ്കര ക്രിസ്പി ആയിരുന്നു. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ചിക്കനും കഴിച്ചു അതിനകത്തുള്ള. പിന്നെ ഹാർലിന് ഓർഡർ ചെയ്ത് സ്പെഷ്യലായിട്ട് മാക്ക് ആൻഡ് ചീസാണ്. അവൾക്ക് അതാണ് സ്ഥിരമായിട്ട് എവിടെ പോയാലും ഞാനിപ്പോൾ ഓർഡർ ചെയ്യാറ്. എന്നാലും അവൾ നമ്മുടെ ഭക്ഷണവും കഴിക്കാറുണ്ട്. പിന്നെ കുറച്ച് ഫില്ലിംഗ് ആയിട്ട് അവൾക്ക് അതാണ് ഞാൻ ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ കുറച്ച് ഡ്രിങ്ക്സ് അതുമൊക്കെ ഓർഡർ ചെയ്തു. അതുമൊക്കെ കുടിച്ചു. പിന്നെ ഇതും കഴിച്ചു. അങ്ങനെ കുത്തിയിരുന്നു അവിടെ. കുറച്ച് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങിയപ്പോൾ അങ്ങനെ പതിയെ പുറത്തോട്ട് ഇറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് നേരം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 4-4:30 എപ്പോൾ വന്നതാ? 2 മണിക്ക് എന്തോ വന്നതാ. പിന്നെ ഹാർലിനാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ ഈ കളറുള്ള സ്പൂണും ഫോർക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ തിരിച്ചറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ കരഞ്ഞോണ്ടാണ് വന്നത്. അത് മേടിച്ച് വെച്ചേനെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഹാർലിന് ഉറങ്ങിപ്പോയി. ഞാൻ നോക്കുമ്പോൾ ജേസൺ ചേട്ടൻ എന്തോ ഭയങ്കര ഇൻട്രസ്റ്റിലിരുന്ന് ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. എന്താണെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്ന് കാണാൻ പറഞ്ഞപ്പോൾ പഴയ ഫോട്ടോസ് നോക്കുക. പഴയ ഫോട്ടോസ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജി ആയി കേട്ടോ. അങ്ങനെ ഓരോ ഫോട്ടോസും നോക്കി ഇത് ഏത് ഫോട്ടോയാണെന്ന് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ചെകഞ്ഞെടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഫുഡിൻ്റെ ഫോട്ടോ, വീട്ടിലെ ഫോട്ടോ, അനിയത്തി, ഡാഡി, മമ്മി ഇവരുടെയൊക്കെ ഫോട്ടോകൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ സൗദി അറേബ്യ ആയിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ. ഈ ഫോട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണത്തിന് തൊട്ട് അടുത്ത ദിവസം എടുത്താണ് കേട്ടോ, മുമ്പത്തെ ദിവസം. അങ്ങനെ അതും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒരു മൂവിയും കണ്ട് ഒരു കോഫിയും കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നു. ഇന്നത്തെ ദിവസം ശരിക്കും മനോഹരമായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുമൊക്കെ ആയിട്ടേ അത് അങ്ങനെയുള്ള ദിവസങ്ങൾ വളരെ കുറവാണ് ഞങ്ങൾക്ക് കിട്ടാറ്. എന്നാലും കുഴപ്പമില്ല, ഉള്ള സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. ബൈ.